എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ വീട് പണിയുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ബിൽഡറെ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിൽഡർ അല്ലെങ്കിൽ കോൺട്രാക്ടർ ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. എന്നാൽ നമുക്കൊരിക്കലും ഒരു നല്ല ബിൽഡറെ അല്ലെങ്കിൽ കോൺട്രാക്ടറെ ചൂസ് ചെയ്തു എന്ന് വെച്ച് നമ്മുടെ വീട് പണി സമയത്തിന് പറഞ്ഞ എസ്റ്റിമേറ്റിൽ തീരണമെന്ന് നിർബന്ധമില്ല. പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മളൊരു ബിൽഡറെ അല്ലെങ്കിൽ കോൺട്രാക്ടർ എഞ്ചിനീയറെ നമ്മൾ വർക്ക് കൊടുത്ത് ഒരു കരാറൊക്കെ ഒപ്പിട്ട് ഇങ്ങനെ എല്ലാം സ്മൂത്തായി പോകുന്നതാണ് നമ്മൾ സാധാരണക്കാരൻ ആദ്യമായിട്ടൊരു വീട് പണിയുന്ന ആൾ വിചാരിക്കുക. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളൊരു ബിൽഡറെ അല്ലെങ്കിൽ കോൺട്രാക്ടറെ ചൂസ് ചെയ്തിട്ട് നമ്മളൊരു കരാർ ഒപ്പിട്ടു. അപ്പോൾ നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് 2500 രൂപ വെച്ച് നമ്മൾ ഒരു 25 ലക്ഷത്തി രൂപയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് കോൺട്രാക്ട് വെച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ വർക്ക് നമ്മളൊരു 6 മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ 6 മാസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കൊടുക്കുന്നവർ 50% ഉണ്ട്. കറക്റ്റ് എമൗണ്ടിന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നവർ 50% പേര് കാണും. എന്നാലും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്നത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് തീരില്ല. അതുപോലെ തന്നെ ഈ എസ്റ്റിമേറ്റ് തുകയ്ക്ക് പുറത്തോട്ട് എന്തൊക്കെ പറഞ്ഞാലും വർക്ക് പോകും. നമ്മൾ ഈ കരാറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, പല കാര്യങ്ങളും ഇതിനകത്ത് എക്സ്ക്ലൂഡഡ് ആയിരിക്കും, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. നമുക്കത് അറിയാൻ പറ്റില്ല. നമുക്ക് ഈ വീട് പണിഞ്ഞ് വരുമ്പോഴേ എന്തൊക്കെ വർക്കുകൾ വരുന്ന പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതെന്തൊക്കെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്തിലോ പറഞ്ഞ എസ്റ്റിമേറ്റിലോ ഒരു വർക്ക് തീരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ തീരുന്ന കേസിൽ നമുക്ക് ഒരു പക്ഷേ വർക്കിൽ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാം. അതായത് പലപ്പോഴും ചെറിയ തുകയ്ക്ക് എസ്റ്റിമേറ്റൊക്കെ എടുത്ത് കൊട്ടേഷനൊക്കെ എടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ അതിലെന്തെങ്കിലും എല്ലാം കൃത്രിമം കാണിച്ച് വർക്ക് ആ തുകയ്ക്ക് തീർത്തു പോകുന്നവരുണ്ട്, അല്ലാതെ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു കരാർ ഒപ്പിട്ടു എന്ന് വെച്ച് ഇത്ര തുകയ്ക്ക് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കാമെന്ന് വെച്ച് ഒരു കരാർ ഒപ്പിട്ടു എന്ന് വിചാരിക്കുക. ചെറിയൊരു തുകയ്ക്കാണ് അല്ലെങ്കിൽ ഒരു നോർമൽ തുകയ്ക്കാണെങ്കിൽ കൂടെ നമുക്കിതിനുള്ളിൽ ഒരു കരാർ ഒപ്പിട്ടു, ഒരു എഗ്രിമെൻറ്റ് വെച്ചു എന്ന് വെച്ച് എല്ലാം സ്മൂത്തായി നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അനുഭവം കൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് സമയവും ഒരുപാട് പണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. സാധാരണക്കാരൻ എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് കയറി താമസിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കരാറൊക്കെ ഒപ്പിട്ട് വർക്ക് ഒരു കോൺട്രാക്ടർക്കോ ഒരു ബിൽഡർക്കോ കൊടുക്കുന്നത്. പക്ഷേ ഈ വർക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ വന്നു, അല്ലെങ്കിൽ പകുതി സ്റ്റേജ് എത്തി തറ കെട്ടിക്കഴിഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ പൊന്തിക്കഴിഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ വന്നു എന്നൊക്കെ വിചാരിക്കുക. അപ്പം നമ്മൾ ഈ എഗ്രിമെൻ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും വഴക്ക് കൂടി അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ നമ്മൾ ഈ എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട്, ഒരു സൈൻഡ് എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് എല്ലാം ആയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഇതിൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോവും, ഒരുപാട് ടെൻഷൻ, ഒരുപാട് ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, ഏറ്റവും നല്ലത് നമ്മൾക്ക് വിശ്വസിക്കാവുന്ന പരിചയക്കാർ വേണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ഒരു 90% കേസിലും പരിചയമുള്ളൊരു വ്യക്തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് തീരുമ്പോഴേക്കും നമ്മളുമായിട്ട് നല്ലൊരു വഴക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും. പരിചയക്കാർ വേണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന, നമുക്ക് കുറച്ച് വർക്കെല്ലാം കണ്ട് ഓക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വർക്ക് കൊടുക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ കാലത്ത് ഒരുപാട് പുതിയ കുട്ടികൾ ആർക്കിടെക്ചറും MArch അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ് അങ്ങനെ പല കോഴ്സസൊക്കെ കഴിഞ്ഞ് ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാം വളരെ എഫിഷ്യൻ്റായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ പലപ്പോഴും അവർക്ക് പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം, നമ്മൾ ഒരു വീട് പണിയുന്നത് വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പലപ്പോഴും
ഈ എലിവേഷൻ്റെ ഭാഗമായിട്ടും എസ്തെറ്റിക്സിൻ്റെ ഭാഗമായിട്ടും കുറേ താഴ്ച പൊക്കം അങ്ങനെയൊക്കെ റൂംസൊക്കെ ഡിസൈൻ ചെയ്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. അതെല്ലാം വീട്ടിൽ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഭാവിയിൽ വരാം. നമുക്ക് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഒക്കെ ആയിക്കഴിഞ്ഞാലും ഇത് കയറാൻ ഇറങ്ങാനൊന്നും വിചാരിച്ച് അത്ര എളുപ്പമാവില്ല. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരൊരുപാട് പഠിച്ചവരായിരിക്കും. ഇപ്പോൾ MRK കഴിഞ്ഞ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരൻ്റെ പൾസ് മനസ്സിലാവില്ല. ഒരുപക്ഷെ അവന് ഇവരെക്കാളും പ്രായോഗിക ജ്ഞാനം ഉണ്ടാവും. പക്ഷെ പലപ്പോഴും ഇവർ ഭയങ്കര ടെക്നിക്കൽ ടേംസും അതുപോലെ ജാഗൻസൊക്കെ യൂസ് ചെയ്ത് ഭയങ്കര ഭീകരമായിട്ടൊക്കെ സംസാരിക്കും. പലപ്പോഴും ഒരു സാധാരണക്കാരൻ പോയിരുന്നുണ്ടെങ്കിൽ തിരിച്ചൊന്നും പറയില്ല. ഈ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്, വളരെ മണ്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ച് പറയാറ്. മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് പോലും, ഒരു 10 വയസ്സുള്ള കുഞ്ഞിന് പോലും അറിയുന്ന കാര്യങ്ങൾ അവർ ടെക്നിക്കലി പഠിച്ച അറിവ് വെച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്കത് അറിയണ കാര്യമായിരിക്കാം, പക്ഷേ അവർ വളരെ എന്തോ പറഞ്ഞു തരിക എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ അടുത്ത് പറയാം. പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവർ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു വീടൊക്കെ നല്ല രീതിയിലൊക്കെ ഫിനിഷ് ചെയ്യും, ചെറിയ എസ്റ്റിമേറ്റിനൊക്കെ ഫിനിഷ് ചെയ്യും. നമ്മൾ സാധാരണക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം, നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് 15 ലക്ഷത്തിന് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീൽസോ യൂട്യൂബ് വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണും. നമ്മളിങ്ങനെ പോയിട്ടാണ് പിന്നെ അവരെ പോയി കോൺടാക്ട് ചെയ്യുക. ആക്ച്വലി അവർ ആ 18 ലക്ഷത്തിൻ്റെ വീട് നല്ല രീതിയിൽ പണിഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് അവരുടെ ഒരു എന്താ പറയുക, ഇവർക്ക് ഈ മേഖലയിലേക്ക് കിടക്കാനുള്ളൊരു പാത്താണത്, ഒരു സ്മൂത്ത് വാക്ക് വേ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഫസ്റ്റ് വർക്കൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഒന്നുകിൽ അത് അവർ പരിചയക്കാരുടെ വീടായിരിക്കും, ഫ്രണ്ട്സിൻ്റെ വീടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിന് നഷ്ടം വന്നിട്ടുണ്ടാവും. എന്നാലും അവർ വളരെ വൃത്തിയിൽ ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മൾ അത് കണ്ടിട്ടായിരിക്കും നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ പിന്നെ ഗ്രാജുവലി അവരെല്ലാം എസ്റ്റാബ്ലിഷ്ഡായി വരുമ്പോൾ നമുക്ക് പറയുന്ന അവരുടെ ഫീസും കാര്യങ്ങളും എല്ലാം മേൽനോട്ടം വഹിക്കാനുള്ള റേറ്റും എല്ലാം കൂടി വരും. റേറ്റ് കൂടട്ടെ, ഞാൻ കുറ്റം പറയുന്നില്ല. അത് ഗ്രാജുവലി അത് കൂടും. എന്ന് വെച്ചാൽ അവർ ഹൈലി ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധാരണക്കാരൻ്റെ ഒരു പൾസ് മനസ്സിലാക്കാൻ അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവുണ്ട്. ഇത് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും സംസാരിക്കുമ്പോഴൊക്കെ. അതൊരു കാര്യം. പിന്നെ ഇപ്പം നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയ കോൺട്രാക്ടേഴ്സിനോ അല്ലെങ്കിൽ ബിൽഡേഴ്സിനോ ആണെങ്കിലും നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ നമുക്കതിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭൂരിഭാഗം പേരും ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ വർക്ക് തീർത്ത് തരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വർക്കേഴ്സ് ആയാലും അവർക്ക് 24 hours വർക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് വർക്ക് നീക്കി പോവും. അപ്പോൾ നമുക്ക് ഏകദേശം പറഞ്ഞ സമയത്തിനുള്ളിലൊക്കെ തീരും. പക്ഷേ ഇതിനകത്തും കുറേ പ്രശ്നങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒരു വീട് കോൺട്രാക്റ്റ് ഫുള്ളായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. നമുക്ക് ആക്ച്വലി കരാറിലെല്ലാം ഉണ്ടാവും. അപ്പം നമ്മൾ പക്ഷേ ഈ കരാറ് കൊടുത്തിട്ടുള്ള ഇപ്പോൾ കാശ് മുടക്കുന്ന ആൾ അല്ലെങ്കിൽ ഓണർ എല്ലാ സമയത്തും അവിടെ വന്നുകൊള്ളണമെന്നില്ല. നമ്മൾ റോ മെറ്റീരിയൽസ് എന്താ യൂസ് ചെയ്യണമെന്നോ പലപ്പോഴും നമുക്കിതിൽ യൂസ് ചെയ്യണം മെറ്റീരിയൽസ് എന്താണെന്നും കൂടി നമുക്ക് അറിയില്ല. അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ കമ്പി, സിമൻറ്റ്, മണൽ ഇതിനൊക്കെ പല ഗ്രേഡും ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണക്കാരനായിട്ടൊരു ഓണർക്ക് ഇതെല്ലാം അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളൊരു ബിൽഡറെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറെയോ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 4 മാസത്തിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് തീർത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 4.5 മാസത്തിൽ 2 നിലയാണ് കേട്ടോ, 2 നില 4.5 മാസത്തിൽ വർക്ക് തീർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് കാണുമ്പോൾ നല്ല മോടിയൊക്കെ ഉള്ള വീടായിരിക്കും, നല്ല പളവളാന്ന് മിന്നുന്ന വീടായിരിക്കും, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ അടിച്ച്. ഇപ്പോൾ വന്ന് വാങ്ങുന്ന ആൾക്ക് പെട്ടെന്ന് കയറി താമസിക്കാൻ ഒരു ഓപ്ഷൻ, അങ്ങനെയുള്ള രീതിയിൽ അത് ഓപ്റ്റ് ചെയ്ത് ചൂസ് ചെയ്ത് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു വീട് പണിയാൻ നേരത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് പ്രത്യേകിച്ച്
വീട് പണി കൊടുക്കാതിരിക്കുക. പരിചയമുള്ളവരുടെ കേസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിപ്പോൾ നമുക്ക് മുന്നേ ഇവർ പണിഞ്ഞ വീടുകളൊക്കെ പോയി കാണാൻ പറ്റും. പല വീടുകളിലും പ്രശ്നങ്ങൾ കാണാൻ പറ്റും. നിയറസ്റ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി പണിഞ്ഞ വീടുകളാണ് ഭൂരിഭാഗം ഇവർ നമുക്ക് കാണിച്ചു തരിക. അത് നല്ല പളപളാന്ന് മിന്നിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. അത് നമ്മൾ ഒരിക്കുമ്പോൾ സൂപ്പർ വർക്കെന്ന്. പക്ഷേ ഇവരെ തന്നെ ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു 10 വർഷമായിട്ടുള്ളവരാണെങ്കിൽ ഒരു 5 വർഷം മുന്നത്തെ വീട് പോയി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞു, പുതിയതായിട്ട് മേഖലയിലേക്ക് വരുന്നത്. അവരുടെയും വീടൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ, പണിഞ്ഞ വീടുകൾ, ഫസ്റ്റ് വീട് ഞാൻ പറഞ്ഞല്ലോ, പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വീടുകളാണെന്ന് കാണാൻ പറ്റും. അത് മാത്രമല്ല, നല്ല വീടെന്ന് മാത്രമല്ല, ഒരു 90% കേസിലും ഇവരെടുക്കുന്ന ഫസ്റ്റ് വീടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം വീടൊക്കെ തന്നെയായിരിക്കും. അവർക്ക് ഷോക്കേസ് ചെയ്താലാണ് അവർക്ക് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ അതിനകത്ത്. അപ്പോൾ അതാണ് ഈ ബിൽഡർ അല്ലെങ്കിൽ കോൺട്രാക്ടർ ചൂസ് ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബിൽഡർ കോൺട്രാക്ടർ ഒന്നും വേണ്ട, നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുക. നമുക്ക് തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വർക്കേഴ്സിന് എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം എന്തായാലും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് അവൈലബിലിറ്റി എങ്ങനെയാണെങ്കിലും നോക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളെടുക്കുമ്പോൾ ഒരു 3800 രൂപയുടെ എം സാൻഡ് ചിലപ്പോൾ കറക്റ്റ് 3800-ന് കിട്ടും. പക്ഷേ അതൊരു കോൺട്രാക്ടറോ ബിൽഡറോ അവരുടെ പരിചയം വെച്ചെടുക്കുമ്പോൾ അവർക്കതൊരു 3500-ന് കിട്ടും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കോൺട്രാക്ടറെയോ ഒരു എൻജിനീയറോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാഷ് എന്തായാലും നമുക്ക് അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. അതായത് നമ്മളെടുത്താലും ഈ 3800 വരും, അവരെടുത്ത പക്ഷേ 3500 വരും, 300 അവർക്ക് കമ്മീഷനായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ഏറ്റെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മെറ്റീരിയൽ കോസ്റ്റിൽ പ്രത്യേകിച്ച് ലാഭമൊന്നും വരുന്നില്ല. പിന്നെ നമ്മൾ വർക്ക് ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കുകളൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ ഈ പണിക്കാർ നല്ല രീതിയിൽ പണിയുന്ന ആൾക്കാരുണ്ട്, വളരെ രീതിയിൽ നമ്മളെ ചുറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കറക്റ്റ് മാനേജ് ചെയ്ത് പോകാൻ പറ്റാറില്ല. അപ്പോൾ സ്വന്തമായി വർക്ക് ഏറ്റെടുക്കുന്നതിൽ വേറൊരു ബുദ്ധിമുട്ട് സമയം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരിചയസമ്പന്നരായ ബിൽഡേഴ്സും കോൺട്രാക്ടേഴ്സൊക്കെ 4.5 മാസത്തിൽ 2000 സ്ക്വയർ ഫീറ്റ് 2 നില വീട് പണിഞ്ഞ് തീർക്കുമെന്ന് പറഞ്ഞില്ലേ. നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റിൽ 1 നില വീട് പണിയാൻ തന്നെ ചിലപ്പോൾ 1 വർഷം 1.5 വർഷം എടുക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിക്കാർ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഇത് സ്ഥിരം പണിയല്ല. അപ്പോൾ ചിലപ്പോൾ വരാതിരിക്കാം. അവർക്ക് പാരലായിട്ട് 3, 4, 5 വർക്കൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മളൊരു 6 മാസത്തിലൊരു വീട്ടിൽ കയറി താമസിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. നമ്മളാണ് സ്വയമായിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 6 മാസത്തിൽ തീരില്ല. നമ്മൾ തീർക്കണം എന്ന് വിചാരിച്ചാലും പണിക്കാർ സമ്മതിക്കില്ല. അങ്ങനെയാണ് പണിക്കാർ. അതിനനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതൊക്കെയായി വേറെ വർക്കൊക്കെ ആയി ഇങ്ങനെ പോയി ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കൊണ്ട് മുട്ടിക്കും. അതിനിടയിൽ നമ്മളവിടെ മഴക്കാലം പ്രശ്നങ്ങളൊക്കെ വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ചില ഭാഗത്ത് വെള്ളമില്ലാത്ത പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം വർക്ക് എടുക്കുമ്പോഴൊരു ബുദ്ധിമുട്ട്, സമയവും ക്യാഷ് നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് സ്വന്തമായി വർക്ക് എടുക്കുന്നതുകൊണ്ട് ലാഭം എന്ന് പറയാനില്ല. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടർ കൊടുക്കുന്ന അഡീഷണൽ എമൗണ്ട് എത്രയാണോ അത് നമ്മളെ മെറ്റീരിയലിലും ഈ പണിക്കൂലിയിലുമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും പോവും. അപ്പോൾ പരിചയമുള്ള ഒരാളെ, പരിചയം ഇൻ ദ സെൻസ് വർക്ക് അവരെ കണ്ട് തൃപ്തിപ്പെട്ടിട്ടുള്ള ഒരാളെ വർക്ക് ഏൽപ്പിക്കുക, അതാണ് ഏറ്റവും ബുദ്ധി. പിന്നെ പരിചയക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് തീരുമ്പോഴേക്കും നമ്മൾ ശത്രുക്കളാണെന്ന് പറയും. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കേസാണ്. എന്തൊക്കെ പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അവസാനം ആകുമ്പോഴേക്കും. എത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളും അവസാനം ആകുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ബിൽഡറെയോ കോൺട്രാക്ടറെയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളോ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണം. ഓക്കെ, താങ്ക് യു.